മോളെ ചിമ്മി, യോങ്കി എവിടെ? കുളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി വീണ്ടും കയറി കിടന്ന് ഉറങ്ങുമെന്നറിയത്തില്ല. അവന്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഒരു ബ്ലഡും പില്ലയും ഉണ്ടെങ്കിൽ അവന് സ്വർഗം കിട്ടിയ പോലെയാ. ഉറക്കത്തിൽ ആരെങ്കിലും അവനെ തട്ടിക്കൊണ്ട് പോയാൽ പോലും അവനറിയില്ല. എന്നെ ആരും തട്ടിക്കൊണ്ട് പോവുകയൊന്നുമില്ല. വന്നോ? കുറച്ചുകൂടി താമസിച്ചിരുന്നാല് നിനക്ക് ഫുഡ് തരണ്ടാന്നാ വിചാരിച്ചിരുന്നത്. നീ തരികയൊന്നും വേണ്ട, എനിക്കറിയാം എടുത്ത് കഴിക്കാൻ. നിങ്ങളെന്താ താമസിച്ചേ? അത് പിന്നെ നിങ്ങൾ വീണ്ടും കിടന്നുറങ്ങിയോ? ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ മനുഷ്യന്ന് നന്നാവണ്ടേ? അതെന്തായാലും ഈ ജന്മം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ തന്നെ ഞാൻ എങ്ങനെ ഉണ്ടാവാനാ? എന്റെ കൂടെയല്ലേ നടപ്പ്. ഇനി എന്നെ പറ, ഞാനാണല്ലോ നിന്നോട് ഉറങ്ങാൻ പറഞ്ഞത്. ഏലിയമ്മേ, നീ അറിഞ്ഞോ? തേക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. പ്രപ്പോസലോ? പെങ്കൊച്ചും അതിന്റെ കുടുംബക്കാരും ഒക്കെ എങ്ങനെയാ? നല്ല കൂട്ടരാണോ? നമുക്കറിയാവുന്നവർ തന്നെയാ. അതാരാ? സ്റ്റെല്ലയുടെ കാര്യമാ പറഞ്ഞത്. ഇന്നലെ സ്റ്റെല്ലയുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇങ്ങനെ ഒരു ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന്. ജിമിനെ കൊണ്ടോ അല്ലെങ്കിൽ തേയെ കൊണ്ടോ കെട്ടിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഇനിയിപ്പോ എന്തായാലും ജിമിനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റില്ലല്ലോ. നമുക്കറിയാവുന്ന കൊച്ചിനെ തേ കെട്ടുന്നത് നല്ലത് തന്നെയാ. നിനക്കെന്തേലും എതിർപ്പുണ്ടോ ഈ കല്യാണത്തിന്? അത് പിന്നെ മമ്മി എനിക്ക് ഫുഡ് മതി, ഞാൻ പോവാ. മോളെ, നീ മൊത്തം കഴിച്ചില്ലല്ലോ. എനിക്ക് മതി. മമ്മി, എനിക്കിപ്പോ കല്യാണം വേണ്ട. അതിന് നിന്നോട് ഇപ്പൊ കെട്ടാനല്ലല്ലോ പറഞ്ഞത്. എല്ലാം ഉറപ്പിച്ചു വെക്കാം. എന്നിട്ട് നിനക്കൊരു ജോലിയൊക്കെ ആയിട്ട് മതി കല്യാണം. സ്റ്റെല്ലയുമായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. അതെന്താ നിനക്ക് താല്പര്യം ഇല്ലാത്തെ? ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട്. അതിനെന്താ, അങ്ങനെ കാണാൻ ഇനിയും സമയമുണ്ടല്ലോ. എനിക്ക് പറ്റില്ല. മമ്മി, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. മോളെ, നീ അവൻ പറഞ്ഞത് കേട്ടിട്ടാണെങ്കിൽ അത് കാര്യാക്കണ്ട, നമുക്കതൊക്കെ ശരിയാക്കാം. അതൊന്നും അല്ല മമ്മി. പിന്നെ എന്താ കാര്യം? എനിക്ക് തേ ഇഷ്ടമായിരുന്നു. മുൻപൊരിക്കല് ഇവിടെ വന്നപ്പോ ഞാനത് അവനോട് പറഞ്ഞതുമാണ്. പക്ഷേ അവന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ഞാനത് വിട്ടു. പിന്നെ എന്റെ മമ്മി വിളിച്ച് മമ്മിയോട് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. അവന് മറ്റൊരാളെ ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞൂടെ? തീർന്നു എല്ലാം തീർന്നു. യോങ്കി, എന്താ മമ്മി? ഞാനേ എന്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി. അത് പോയി എടുത്തിട്ട് വരട്ടെ. നിക്കട അവിടെ. തേക്ക് ഇഷ്ടമുള്ള പെങ്കൊച്ച് ആരാന്ന് പറഞ്ഞിട്ട് പോയാ മതി നീ. അതാരാന്ന് എനിക്ക് അറിയില്ല മമ്മി. ഈ കൂട്ടത്തില് ആ പെങ്കൊച്ചിനെ കുറിച്ച് അറിയാവുന്ന ഒരേ ഒരാള് നീയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞോ നീ. മമ്മി എന്നെ നിർബന്ധിക്കരുത്. അതാരാന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ശരി, നീ പറയണ്ട, ഞങ്ങള് കണ്ടുപിടിച്ചോളാം. എന്തായാലും ഫോൺ എടുക്കണ്ടേ നിനക്ക്? ചെല്ലിനി. നമുക്ക് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം മമ്മി ആ പെങ്കൊച്ചാരാന്ന്. അതെങ്ങനെ? അതൊക്കെ നടക്കും. പക്ഷേ സ്റ്റെല്ല നമ്മുടെ കൂടെ നിൽക്കണം. ഞാൻ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഈ മാരേജുമായിട്ട് മുന്നോട്ട് പോകുന്നത് പോലെ പ്രിറ്റൻഡ് ചെയ്യാം. അവസാനം ഗത്യന്തരമില്ലാതെ അവൻ തന്നെ പറയേണ്ടി വരും. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ അങ്ങേറ്റ കാര്യം എനിക്ക് വിട്ടേക്ക്, അത് ഞാൻ നോക്കിക്കോളാം.